മുഹമ്മദ് ജസീം, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി ബ്രോഡ്വേയിൽ ഈ പച്ചക്കറിയുടെ വില എങ്ങനെയാണ്? പ്രത്യേകിച്ച് രണ്ട് വിഷയങ്ങൾ നമുക്ക് തുടങ്ങാം. ഒന്ന് തക്കാളി 45 രൂപയാണ് ഗുണ്ടൽപേട്ടിൽ, 70 രൂപയാണ് കോഴിക്കോട്. കൊച്ചിയിൽ എത്ര രൂപയാണ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കൊച്ചിയിലെ വില വർധന നേരത്തെ സാനിയോ പറഞ്ഞതുപോലെ തന്നെയാണ്. കൊച്ചിയിൽ അല്പം വില വർധനവുണ്ട് എന്നുള്ളതാണ് കോഴിക്കോടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ തക്കാളിക്ക് 80 രൂപയാണ് ഇപ്പോൾ ഇവിടെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന ഒരു വില എന്ന് പറയുന്നത്. പക്ഷേ പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു 20 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 100 രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തക്കാളിയുടെ വില ഉണ്ടായിരുന്നു. പക്ഷേ മുരിങ്ങക്കായുടെ വില നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റവുമില്ല. ഇവിടെ 200 രൂപ ഡബിൾ സെഞ്ചുറി അടിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ മുരിങ്ങക്കയുടെ വില വർധനവ് കാരണം തന്നെ ഇവിടെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് വാങ്ങാൻ ആളില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ മുരിങ്ങക്ക ഇവിടെ കിട്ടാത്ത ഒരു കാര്യം കൂടിയാണ്. ഇവിടെയുള്ള ഒരു ചേട്ടനോട്, ചേട്ടാ ഏതൊക്കെ ഇതിനാണ് വില കൂടുതൽ പച്ചക്കറികൾ? മുരിങ്ങക്ക 220 രൂപ ഹോൾസെയിൽ വരെ. നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ആരും വാങ്ങിക്കാറില്ല, വില കൂടുതലാണ് പോകും. പിന്നെ തക്കാളി 80, ബീൻസ് 80, അങ്ങനെ വില കയറി നിൽക്കുന്ന സാധനങ്ങൾക്ക് ആളുകൾ വാങ്ങുന്നത് കൂടുതലായിട്ട് വില കുറഞ്ഞതാണോ? എങ്ങനെയാണ്? വില കുറഞ്ഞത് വാങ്ങിക്കുള്ളൂ. മറ്റേത് വാങ്ങിക്കണമെങ്കിൽ 1 കിലോ വാങ്ങിക്കേണ്ട ആൾ 1/4 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് പോകും. അവർ ബഡ്ജറ്റ് നോക്കിയാണ് അവർ വാങ്ങിക്കണത്. അപ്പം അത് വില നോക്കി അവർ പോയേ ചെയ്യുള്ളൂ. വില കുറഞ്ഞത് കൂടുതൽ വാങ്ങിക്കും, കൂടിയത് കുറച്ചും വാങ്ങിച്ചുകൊണ്ട് പോകും അവർ. ഇതാണ് പറയുന്നത്. ഈ ഒരു വില കൂടിയ സാധനങ്ങൾ ഇപ്പോൾ പരമാവധി അവർ വളരെ കുറച്ച് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ, നേരത്തെ 1 കിലോ വാങ്ങിയത് ഒരു 1/4 കിലോ വാങ്ങുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതായത് ഈ തക്കാളി, നിത്യോപയോഗ സാധനങ്ങളായ തക്കാളി, വലിയുള്ളി 80 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഗുണ്ടൽപേട്ടിലേക്ക് പോകാം. ഗുണ്ടൽപേട്ടിൽ നമ്മുടെ പ്രതിനിധി ദീപക്കുണ്ട്. ദീപക്കെ, ഗുണ്ടൽപേട്ടിൽ എത്രയാണ് തക്കാളി പറഞ്ഞത്? 45 ഞാൻ കേട്ടത്. 58 ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എഴുതുന്നു. ഗുണ്ടൽപേട്ടിൽ 58. അത് സ്വാഭാവികമായും കോഴിക്കോട് എത്തുമ്പോൾ 12 രൂപയുടെ കിലോയ്ക്ക് കൂടുന്നതിനകത്ത് അത്ഭുതമുണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. അവിടെ എത്രയാണ് ഗുണ്ടൽപേട്ടിൽ? ഒന്നുകൂടി ഒന്ന് ചോദിക്കൂ. തക്കാളിക്ക് ഗുണ്ടൽപേട്ടിലെ ഈ മാർക്കറ്റിൽ നേരത്തെ നമ്മളോട് പറഞ്ഞത് തക്കാളിക്ക് 45 രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് അടക്കം കൂട്ടുമ്പോൾ പൈസ കൂടും. ഇപ്പോൾ ശരിക്കും തക്കാളിക്ക് എത്ര ഇവിടെ വില? തക്കാളിക്ക് 55, 60 റേറ്റുണ്ട്. വില കൂടുതലാണ്. എല്ലാ പച്ചക്കറികളൊക്കെ വില കൂടുതലാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക് 70, അങ്ങനെ മാർക്കറ്റ് റേറ്റ് വരുന്നത്. തൃശ്ശൂർ RMC മാർക്കറ്റിനേക്കാളും വില കുറവാണ്. ഇവിടെ കുറച്ച് വില കുറയും, എന്നാലും റേറ്റ് ഇപ്പോൾ എല്ലാത്തിനും കൂടുതലാണ്. തക്കാളിക്കാണ് കൂടുതൽ റേറ്റ്. പച്ചമുളക് 70, ഉള്ളി 35, അങ്ങനെ വരുന്നുണ്ട്. ഒരു നിമിഷം ദീപക്കെ, ഒന്ന് സാനിയിലേക്ക് പോകുന്ന സാനിയോ, തക്കാളിയുടെ കാര്യം പറഞ്ഞു. തക്കാളിയുടെ കാര്യത്തിൽ അവിടെ 45, 55, 60 എന്നിങ്ങനെയാണ് ഗുണ്ടൽപേട്ടിൽ ലഭിക്കുന്നത്. നമുക്കത് കോഴിക്കോട് എത്തുമ്പോൾ 70 ആവുന്നു, കൊച്ചിയിലേക്ക് പോകുമ്പോൾ 80 രൂപയാവുന്നു. സാനിയോ, ഈ പച്ചമുളക് എത്രയാണ് അവിടെ വില കോഴിക്കോട്? പച്ചമുളക് 2 പച്ചമുളകുണ്ട്. അതായത് നീണ്ട പച്ചമുളകുമുണ്ട്, ഉണ്ട പച്ചമുളകുണ്ട്. ഉണ്ട പച്ചമുളകിന് 70 രൂപയാണ്. സാധാരണ നീണ്ട പച്ചമുളകിന് 50 രൂപയാണ് വില. അത് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചാണ് ഈ വില വ്യത്യാസം. ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് പച്ചമുളക് കാണാം. നീണ്ടതും ഉരുണ്ടതും വേറെ വേറെ ഉണ്ട്. ഉണ്ടയ്ക്ക് 70, സാധാ പച്ചമുളകിന് 50 രൂപയും. ഓക്കെ, ബ്രോഡ്വേയിലേക്ക് ഒന്ന് വന്നാൽ ഒന്നുകൂടി മുഹമ്മദ് ജാസിം, കൊച്ചിയിൽ ആളുകൾ ഇപ്പോൾ പച്ചക്കറി വാങ്ങാൻ വരുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പച്ചക്കറി മാത്രമല്ല, മത്തിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നിൽക്കുന്നതുകൊണ്ട് എല്ലാ മത്സ്യങ്ങളുടെ കാര്യത്തിലും വിലക്കയറ്റമുണ്ട്. ചിക്കൻ്റെ കാര്യത്തിലും വില കുറയുന്നില്ല എന്നതാണ് വാസ്തവം. എന്താണ് കൊച്ചി മാർക്കറ്റിൻ്റെ പൊതുവെയുള്ളൊരു പ്രതികരണം? ആളുകൾ വരുന്നത് കുറവാണ് എന്നാണോ പറയുന്നത്? നേരത്തെ പറഞ്ഞു 1 കിലോ വാങ്ങാൻ വേണ്ടി വന്നവരെ 1/4 കിലോ ആയിട്ട് പോകുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ ഒരു മാർക്കറ്റിൽ വില കൂടിയത് കാരണം തന്നെ ആളുകൾ കൂടുതലായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ സമയങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ എത്തേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു വില കൂടിയത് കാരണം കൊണ്ട് തന്നെ ആളുകൾ എത്താൻ മടിക്കുന്നു. വരുന്ന ആളുകൾ തന്നെ സാധനങ്ങൾ വളരെ കുറച്ച് വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. ഈ വിലയുടെ വർധനവ് അത് ജനജീവിതത്തെ, അവരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ ഗുണ്ടൽപേട്ടിൽ നിന്ന് തക്കാളി നമ്മൾ കോഴിക്കോട്ടേക്കോ കൊച്ചിയിലേക്കോ കൊണ്ടുവന്നാൽ എത്രയാണ് ശരാശരി കൂടേണ്ടത്? ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് മിതമായി കൂടേണ്ടത്? പക്ഷേ 55 രൂപയുടെ തക്കാളി കൊച്ചിയിലെത്തുമ്പോൾ 80 രൂപയായിട്ട് മാറുന്നു. കിലോയ്ക്ക് 35 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. 25 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് കൂടി ഒന്ന് അവരോടൊന്ന് ചോദിക്കൂ. എത്ര രൂപയാണ് കിലോ കണക്കിലെടുത്ത് നോക്കിയാൽ വ്യത്യാസം വരിക? ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ ബ്രോഡ്വേയിലേക്ക് എത്തിക്കുന്നു.
അരുൺകുമാർ, ഇവിടെ കച്ചവടക്കാരുണ്ട്, നമുക്ക് അവരോട് ഇതിന്റെ വില വിവരങ്ങൾ അന്വേഷിക്കാം. അണ്ണാ, ಮಲಯಾಳ ಅರಿಯೋ? ಮಳೆಯಲ್ಲ ಅರಿಲ್ಲ. ಕನ್ನಡ ಬರುತ್ತಾ? ಕನ್ನಡ ಬರುತ್ತಾ? ಎಷ್ಟು ಅಣ್ಣ ಇದು ತಕ್ಕಾಳಿಗೆ ಟೊಮಾಟೋಗೆಲ್ಲ? ಟೊಮಾಟೊ 60 ರೂಪಾಯಿ. ಇಲ್ಲಿಂದ ತಗೊಂಡು കാലിക്കറ്റ് ಹೋಗುವಾಗ ಎಷ್ಟು ರೇಟ್ ಜಾಸ್ತಿ ಆಗುತ್ತಾರೆ? ಜಾಸ್ತಿ ಆಯ್ತು, ಒಂದು 10 ರೂಪಾಯಿ ಜಾಸ್ತಿ ಆಯ್ತು. അതായത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ 60 രൂപയ്ക്ക് എടുക്കുന്ന സാധനം കോഴിക്കോടേക്ക് എത്തുമ്പോൾ ഒരു കിലോയിൽ 10 രൂപ കൂടുതൽ വ്യത്യാസമായി എടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലാണ് ഇവിടെ നിന്ന് ആളുകൾ പച്ചക്കറി വാങ്ങി കോഴിക്കോടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 10 രൂപ അധികം ലാഭത്തിൽ വിൽക്കാം. അതാണ് സാധാരണ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഉപയോഗിച്ച് നമ്മൾ കണക്കാക്കുന്ന വില എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരൻ പറയുന്നത്. അരുൺകുമാർ, ദീപക്, ഇവർ പറയുന്നത് പ്രകാരം 2 മാസം കഴിഞ്ഞാൽ ഈ വിലയൊക്കെ സ്റ്റേബിൾ ആവും എന്നാണോ? കാരണം കാലാവസ്ഥാ പ്രശ്നമാണ് വില കൂടാനുള്ള കാരണമായിട്ട് ഗുണ്ടൽപേട്ടിലെ കച്ചവടക്കാരും പറയുന്നത്. 2 മാസം കൂടെ കഴിഞ്ഞാൽ വില പഴയ നിലയിലേക്ക് താഴേക്ക് ഇറങ്ങും. അതായത് സാധാരണ ഈ സമയങ്ങളിൽ പച്ചക്കറിക്ക് നാട്ടിൽ, അതായത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ നാട്ടിൽ 140 150 രൂപ തക്കാളിക്ക് ഒരു കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന സമയത്ത് ഇവിടെ അതിന്റെ നേർ പകുതിയും 45-50 രൂപയായിരുന്നു. എന്നാൽ ഇത്തവണ നാട്ടിലെ വില വെച്ച് അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടെ വില അല്പം കൂടുതലാണ്. അതിന് പ്രധാനമായും ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം പ്രതീക്ഷിച്ച വിളവ് കർഷകർക്ക് ലഭിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ഈ 3 തരത്തിലുള്ള തക്കാളികൾ ഇവിടെ എത്തുന്നുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി തക്കാളിക്കാണ് ഈ പറഞ്ഞ വില, ഏറ്റവും അമിതമായ വില നാട്ടിൽ, അതായത് കേരളത്തിൽ ഈടാക്കുന്നത് എന്നാണ്. മാത്രമല്ല ഇവിടെ അതായത് ഈ ഗുണ്ടൽപേട്ട് പ്രദേശങ്ങളിൽ ഇത്തവണ കൃഷി വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ വില കൂടാനുള്ള മറ്റൊരു കാരണമാണ്. ഒരു കാര്യം കൃത്യമാണ് ദീപക്, ഗുണ്ടൽപേട്ടിലും വില കൂടുതലാണ്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ മാത്രമായിട്ടുള്ള വിലക്കയറ്റമല്ല, ഗുണ്ടൽപേട്ടിൽ നിന്ന് എത്തുന്ന പച്ചക്കറിക്ക് കൂടി വില കൂടുതലാണ്. 190 രൂപയാണ് ഗുണ്ടൽപേട്ടിൽ മുരിങ്ങക്കായ്ക്ക്. കോഴിക്കോട് എത്തുമ്പോൾ അത് 210 രൂപയാവുന്നു. കൊച്ചിയിലെത്തുമ്പോൾ അത് 220 രൂപയാവുന്നു. തക്കാളിക്ക് 55 രൂപ മുതൽ 60 രൂപ വരെയാണ് ഗുണ്ടൽപേട്ട്. അത് 10 രൂപ കൂടെ കൂടുന്നു കോഴിക്കോട് എത്തുമ്പോൾ. ബ്രോഡ്വേയിൽ കൊച്ചിയിലെത്തുമ്പോൾ വീണ്ടും 10 രൂപ കൂടി 80 രൂപയാവുന്നു. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രത്യേക പ്രതിഭാസമല്ല. ഗുണ്ടൽപേട്ടിലും വലിയ രീതിയിലുള്ള വില വർധനമുണ്ട്.